ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരത്തിൻ്റെ ശ്രീ വാൽമീകി രാമായണം സുന്ദരകാന്ഡത്തിലെ 65-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു, ശ്രീ ഹനുമൽ സ്വാമി തൻ്റെ സ്വാമിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ദേവീ വൃത്താന്തങ്ങൾ അല്ലെങ്കിൽ ദേവിയെ കണ്ടു എന്നുള്ള വാക്യത്തെ രാമലക്ഷ്മണന്മാരുടെ മുമ്പിൽ പറയുന്നതായിട്ട്, തുടർന്ന് ആനന്ദത്തോടു കൂടിയിട്ട് ശ്രീരാമചന്ദ്രൻ ആഞ്ജനേയനെ നോക്കി എന്നാണ് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടത്. തുടർന്ന് വിവരിക്കുകയാണ്. തഥാപ്രസ്രവണം ശൈലം ദേഗത്വാ ചിത്രകാനനം പ്രണമ്യ ശിരസാ രാമം ലക്ഷ്മണം ച മഹാബലം. പിന്നീട് അവര് വിചിത്രവനങ്ങളുള്ള പ്രസ്രവണ പർവ്വതത്തിലെത്തി രാമനെയും മഹാബലവാനായിരിക്കുന്ന ലക്ഷ്മണനെയും ശിരസ്സുകൊണ്ട് വന്ദിച്ചു. യുവരാജം പുരസ്കൃത്യ സുഗ്രീവം അഭിവാദ്യ ച പ്രവൃത്യ മതസീതായാഹ പ്രവക്തും ഉപചക്രമേ. തുടർന്ന് യുവരാജാവിനെ പുരസ്കരിച്ചുകൊണ്ട് സുഗ്രീവനെ അഭിവാദ്യം ചെയ്ത് വൈദേഹിയുടെ വൃത്താന്തത്തെ വിസ്തരിക്കാനായിട്ട് ഒരുങ്ങി. രാവണാന്തപുരേരോധം രാക്ഷസീഭിശ്ചതർജനം രാമേ സമനുരാഗം ജായശ്ചായം സമയകൃത ഏതദാഖ്യാന്തിമേ സർവേ ഹരയോ രാമസന്നിധോ വൈദേഹീമക്ഷതാം ശ്രുത്വാ രാമസ്തുത്തരമബ്രവീൽ. രാവണാന്തപുരത്തിലുള്ള തടവും രാക്ഷസികളുടെ ശകാരവും രാമനിലുള്ള അനുരാഗവും കാലാവധി നിശ്ചയിച്ചതും ഇവയെല്ലാം വാനരന്മാര് രാമസന്നിധിയിൽ ഉണർത്തിച്ചു. സീതയ്ക്ക് അപായമൊന്നുമില്ല എന്ന് കേട്ട് ശ്രീരാമചന്ദ്രൻ അരുളി. ക്വ സീതാ വർത്തതേ ദേവി കഥം ച മയി വർത്തതേ ഏതന്മേ സർവമാഖ്യാത വൈദേഹീം പ്രതിവാനരാഹ. ദേവിയായ സീത എവിടെ വാഴുന്നു? എന്നെക്കുറിച്ച് എന്താണ് ഭാവിക്കുന്നത്? വാനരന്മാരെ, ഈ വക കാര്യങ്ങളെല്ലാം വൈദേഹിയെ പറ്റിയിട്ടുള്ളത് നിങ്ങൾ എന്നോട് പറയുക. രാമസ്യ ഗതിതം ശ്രുത്വാ ഹരയോ രാമസന്നിധോ ചോദയന്തി ഹനുമന്തം സീതാവൃത്താന്ത കോവിദം. രാമന്റെ ചോദ്യം കേട്ട് കവികള് സീതയുടെ വർത്തമാനം വിശദമായിട്ടറിയുന്ന ഹനുമാനെ രാമസന്നിധിയിൽ വെച്ച് പ്രേരിപ്പിക്കുകയാണ്. ശ്രുത്വാതുവചനം തേഷാം ഹനുമാൻ മാരുതാത്മജ പ്രണമ്യ ശിരസാ ദേവ്യേ സീതായേ താം ദിശം പ്രതി ഉവാച വാക്യം വാക്യജ്ഞസീതായാ ദർശനം യഥാ സമുദ്രം ലംഘയിത്വാഹം ശതയോജനമാഹിതം അഗച്ഛം ജാനകീം ദേവീം മാർഗമാണോ ദൃക്ഷയാം. അവരുടെ വചനം കേട്ട് ശ്രീ ഹനുമൽ സ്വാമി സീതാദേവി വാഴുന്ന ദിക്ക് നോക്കി പ്രണമിച്ചുകൊണ്ട് സീതാദർശനത്തെ പറ്റിയിട്ട് വിവരിക്കുകയാണ്. ഞാന് 100 യോജന വിസ്താരമാർന്ന സമുദ്രം ചാടിക്കടന്ന് ജാനകിയെ കണ്ടെത്തുവാൻ തിരഞ്ഞുകൊണ്ട് സഞ്ചരിച്ചു. അവിടെ ദക്ഷിണ സമുദ്രത്തിന്റെ ദക്ഷിണ തീരത്തില് ദുരാത്മാവായിരിക്കുന്ന ദക്ഷിണസ്യ സമുദ്രസ്യ തീരെ വസതി ദക്ഷിണേ. ദക്ഷിണ സമുദ്രത്തിന്റെ ദക്ഷിണ തീരത്തില് ദുരാത്മാവായിരിക്കുന്ന രാവണന്റെ ലങ്ക എന്നു പേരായിരിക്കുന്ന ഒരു നഗരമുണ്ട്. തത്ര സീതാമയാ ദൃഷ്ട രാവണാന്തപുരേ സതി. രാവണാന്തപുരത്തിൽ അവിടെ മനസ്സ് അങ്ങിലുറപ്പിച്ച് ജീവിക്കുന്ന രമ്യയും സതിയുമായിരിക്കുന്ന സീതയെ ഞാൻ കണ്ടു രാമ. ദൃഷ്ടാമേ രാക്ഷസീം മധ്യേ. തർജ്യമാന മുഹുർമുഹു. പ്രമദവനത്തില് വിരൂപകളായിരിക്കുന്ന രാക്ഷസ സ്ത്രീകളെ സംരക്ഷിക്കുന്നതും രാക്ഷസീ മധ്യത്തിൽ വീണ്ടും വീണ്ടും അവരുടെ ശകാരമേൽക്കുന്നതും ആയിരിക്കുന്ന സീതയെ ഞാൻ കണ്ടു. ദുഃഖമാപദ്ധ്യതേ ദേവി ത്വയാ വീര സുഖോചിത. സുഖോചിതയായിരിക്കുന്ന സീത ദുഃഖിച്ചിരിക്കുന്നു വീര. രാവണാന്തപുരത്ത് തടവിലും രാക്ഷസിമാരാൽ സുരക്ഷിതയുമാണ് അവള്. ഏകവേണീധരയും ദീനയും അങ്ങയെക്കുറിച്ച് ചിന്താപരയുമായിരിക്കുന്ന അവള് മഞ്ഞുകാലത്ത് താമരപ്പൊയ്ക പോലെ നിറംകെട്ട് നിലത്ത് കിടക്കുന്നു. രാവണനോട് ഇണങ്ങാതെ മരിക്കാൻ തീർച്ചപ്പെടുത്തി അങ്ങയിൽ മനസ്സുറപ്പിച്ച ദേവിയെ അല്ലയോ കാകുൽസ്ഥ ഞാൻ തിരഞ്ഞു കണ്ടെത്തി. ഇക്ഷാകു വംശവിഖ്യാതിം ശനൈകീർത്തേയതനഘ. അനഘ നരസാർദൂല, ഇക്ഷാകു വംശവിഖ്യാതി പതുക്കെ പ്രകീർത്തിച്ച് സീതയ്ക്ക് ക്രമേണ നിന്നിൽ ഞാൻ വിശ്വാസം വളർത്തി. പിന്നീട് ദേവി എന്നോട് സംസാരിക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം അറിയിച്ചു.
രാമസുഗ്രീവ സഖ്യത്തെപ്പറ്റി കേട്ട് ആമോദം കൊണ്ടു. ദൃഢമായ ചാരിത്രവും അങ്ങയിലുള്ള ഭക്തിയും സീതയിലുണ്ട് മഹാഭാഗ പുരുഷശ്രേഷ്ഠ. അങ്ങയിലുള്ള ഭക്തിയോടെ ഉഗ്രമായ തപസ് ചെയ്യുന്ന ആ ജനകനന്ദിനിയെ ഞാനിങ്ങനെ കണ്ടു. ചിത്രകൂടത്തില് അങ്ങയുടെ സമീപത്തിൽ സംഭവിച്ച കാക്കയെക്കുറിച്ചുള്ള കാര്യം അഭിജ്ഞാനവാക്യമായിട്ട് പറഞ്ഞു. വായുപുത്ര, നീ ഇവിടെ കണ്ടതെല്ലാം നരവ്യാഘ്രനായിരിക്കുന്ന രാമനോട് അറിയിക്കണമെന്നും ജാനകി എന്നോട് പറയുകയുണ്ടായി. സുഗ്രീവൻ കേൾക്കുന്ന വിധത്തിൽ ഇതെല്ലാം പറയുന്ന നീ ഞാൻ പണിപ്പെട്ട് സംരക്ഷിച്ച ഇതും അദ്ദേഹത്തിന് നൽകണം. ഏഷ ചൂടാമണി ശ്രീമന്മയാതേ യത്നരക്ഷിത. ഞാൻ ക്ലേശിച്ച് കാത്തുരക്ഷിച്ച ഐശ്വര്യമാർന്ന ചൂടാമണിയാണ് ഇത്. അങ്ങ് മുൻപ് മനയോല കൊണ്ട് നെറ്റിയിൽ തിലകം തൊടുവിച്ചതും ഓർക്കുക. ശ്രീമത്തായതും സമുദ്രസംഭവവുമായിരിക്കുന്ന ഇത് ഞാൻ അങ്ങേക്ക് തന്നയിക്കുന്നു. വ്യസനവേളയിൽ അങ്ങയെ എന്നതുപോലെ ഞാനിത് കണ്ട് ആനന്ദിച്ചിരുന്നു. ഞാൻ 1 മാസമേ ഇനി ദശരഥാത്മജ ജീവിച്ചിരിക്കൂ. രാക്ഷസന്മാർക്ക് അധീനയായ ഞാൻ 1 മാസത്തിനു മേല് ജീവിക്കയില്ല. ഇതിമാബ്രവീൽ സീത കൃശാംഗീ ധർമ്മചാരിണി. രാവണാന്തപുരത്തിലെ ബദ്ധയും കൃശാംഗിയും ധർമ്മചാരിണിയും പേടമാൻമഴിയാളുമായിരിക്കുന്ന സീത എന്നോടിങ്ങനെ പറഞ്ഞു. അല്ലയോ രാമ, നടന്നതെല്ലാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കടൽ വെള്ളം കടക്കുവാനുള്ള വഴിയെ നിശ്ചയിച്ചാലും. തൗ ജാതാശ്വാസോ രാജപുത്രോ വിധിത്വ തച്വാഭിജ്ഞാനം രാഘവായ പ്രദായ ദേവ്യാചാഖ്യാതം സർവമേവാനുപൂർവ്യാദ്വജ സമ്പൂർണം വായുപുത്ര ശുശംസ. ആ രാജപുത്രന്മാരിൽ ആശ്വസ്തഭാവം കണ്ട് വായുപുത്രൻ ആ അഭിജ്ഞാനത്തെ രാഘവന് കൊടുത്ത് ദേവി പറഞ്ഞതെല്ലാം അനുക്രമമായിട്ട് ഒന്നൊഴിയാതെ പറഞ്ഞു. അങ്ങനെ ശ്രീരാമനോട് ദേവിയുടെ വൃത്താന്തങ്ങൾ ഹനുമൽ സ്വാമി പറയുന്നതാണ് ഈ സർഗത്തിൽ നമ്മൾ കേട്ടത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.